ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഹാപ്പിയും പീസ്ഫുള്ളും മീനിങ് ഫുള്ളും ഒക്കെ ആക്കി തീർക്കാൻ സഹായിക്കുന്ന 5 ജാപ്പനീസ് ടെക്നിക്കുകളെ കുറിച്ചാണ്. ജപ്പാൻ ടെക്നോളജിക്കും നവീകരണത്തിനും വളരെ ഫേമസ് ആണ്. എന്നാൽ അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, ബാലൻസ്, വെൽബീയിങ് എന്നിങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ടെക്നിക്കുകൾക്കും ലോകം മുഴുവൻ അവരെ ആദരിക്കുന്നു. ഇന്ന് നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ, അല്ലെങ്കിൽ ജീവിതത്തിന് കുറച്ചുകൂടെ വ്യക്തത വേണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ 5 ജാപ്പനീസ് ടെക്നിക്കുകൾ നിങ്ങളെ സഹായിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇക്കിഗായ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തൽ. ഇക്കിഗായുടെ അർത്ഥം ജീവിക്കാനുള്ള കാരണം എന്നാണ്. നിങ്ങളുടെ പാഷൻ, കഴിവുകൾ, നിങ്ങളുടെ ലോകത്തിന് ലഭിക്കുന്ന ഗുണം, അടിസ്ഥാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, ഈ 4ഉം ചേർന്ന ഇടമാണ് ഇക്കിഗായ്. ഒരു ഉദ്ദേശമുള്ള ജീവിതം നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും വ്യക്തതയും നൽകുന്നു. നിങ്ങളെ കൺഫ്യൂഷൻ, സ്ട്രെസ് എന്നിവയിൽ നിന്നെല്ലാം മാറി ഓരോ ദിവസവും ഉത്സാഹത്തോടെ എണീക്കാൻ സഹായിക്കുന്നു. ഇക്കിഗായ് നമ്മളോട് പറയുന്നത് സന്തോഷം വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മനസ്സറിഞ്ഞ് ചെയ്യുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷം. രണ്ടാമത്തെ ടെക്നിക്കാണ് ഷിൻറിൻ യോക്കു അഥവാ ഫോറസ്റ്റ് ബാത്തിങ്. ഇത് ഹൈക്കിങ്ങോ എക്സസൈസോ ഒന്നുമല്ല, നിശബ്ദമായി പ്രകൃതിയിൽ ഇരിക്കാനാണ് ഈ ടെക്നിക് നമ്മളോട് പറയുന്നത്. മരങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കുമ്പോൾ ആഴത്തിൽ ശ്വസിക്കുക, ചുറ്റുപാടുകൾ കേൾക്കുക, നിലവിലെ നിമിഷത്തിൽ തന്നെ മുഴുകുക. ഇവ നമ്മെ സമ്മർദ്ദത്തിൽ നിന്നും മാനസിക വിഷമത്തിൽ നിന്നും വേഗം തന്നെ മോചിപ്പിക്കും. പഠനങ്ങൾ പറയുന്നത് 20 മിനിറ്റ് മാത്രം ഒരു ദിവസം പുറത്ത് ചെലവഴിച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഫോൺ ഒന്ന് മാറ്റിവെച്ച് ഈ ടെക്നിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തേർഡ് ടെക്നിക്ക് കൈസൻ, നല്ലതിലേക്കുള്ള മാറ്റം എന്നതാണ് ഇതിന്റെ അർത്ഥം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായി നിങ്ങൾ ഒരേ സമയം എല്ലാം ചെയ്യേണ്ടതില്ല. പകരം ചെറുതായി പക്ഷെ സ്ഥിരമായി എല്ലാം ചെയ്യണം എന്നതാണ് കൈസൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആദ്യം ജപ്പാനിലെ ഓഫീസുകളിലാണ് ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ലോകമെമ്പാടുള്ള ആളുകൾ സ്ട്രെസ് മാനേജ്മെന്റിനും പേഴ്സണൽ ഗ്രോത്തിനും ഇത് യൂസ് ചെയ്യുന്നു. ഹെൽത്തി ആയിരിക്കണം. ദിവസവും 5 മിനിറ്റ് മാത്രം നടന്നു നോക്കൂ. വീട് വൃത്തിയാക്കണം. ആദ്യം ഒരു ഡ്രോവറിൽ നിന്നും തുടങ്ങൂ. പുതിയൊരു സ്കില്ല് പഠിക്കണം. ദിവസവും ഒരു 10 മിനിറ്റ് മാത്രം അതിനുവേണ്ടി മാറ്റിവെക്കും. ഈ ചെറിയ മുന്നേറ്റങ്ങൾ കൂടി ചേർന്നാൽ വലിയ മാറ്റം ഉണ്ടാവും. മറ്റൊന്നും വേണ്ട, കൺസിസ്റ്റൻസി മാത്രം മതി. നാലാമത്തെ ജാപ്പനീസ് ടെക്നിക് എന്ന് പറയുന്നത് വാബി സാബിയാണ്. ഇംപെർഫെക്ഷൻസിലും സൗന്ദര്യം കണ്ടെത്തുക. ഇന്നത്തെ ലോകത്ത് എല്ലാവരും പെർഫെക്ഷന്റെ പിന്നാലെയാണ്. പെർഫെക്റ്റ് ജോബ്, പെർഫെക്റ്റ് ലൈഫ്, പെർഫെക്റ്റ് ബോഡി. പക്ഷെ വാബി സാബി നമ്മളോട് പറയുന്നത് ജീവിതം ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ അതിലും സൗന്ദര്യം ഉണ്ടെന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പിഴവുകളിലും കുറവുകളിലും ഒക്കെ അതിനെ വെറുക്കുന്നതിന് പകരം അതിലെ സൗന്ദര്യം കണ്ടെത്താനാണ് വാബി സാബി നമ്മളോട് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തൽ കുറയുന്നു, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കുറയുന്നു, ജീവിതത്തിൽ നന്ദിയും ശാന്തതയും വർദ്ധിക്കുന്നു. ഇത് ഒരു ജാപ്പനീസ് ടെക്നിക് മാത്രമാണ്. ഇതിലൂടെ വലിയ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഗുരുതരമായ സമ്മർദ്ദമോ ആശങ്കയോ ഉണ്ടെങ്കിൽ ദയവായി ഒരു മാനസികാരോഗ്യ വിദഗ്ധനോട് സംസാരിക്കുക. ജീവിതം വളരെ അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് പോളിസി ബസാറിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കും. പ്രതിമാസം 400 രൂപ മുതൽ 500 രൂപ വരെയാണ് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ്, 15% വരെ ഡിസ്കൗണ്ട്, കോടികളുടെ കവറേജ്. പോളിസി ബസാറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം 400 രൂപ മുതൽ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നു. കോടികളുടെ കവറേജ് കൂടാതെ പ്രതിമാസം 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. 30 മിനിറ്റ്സ് ക്ലെയിം സപ്പോർട്ടും 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് പാർട്ട്നേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവസാനത്തേത് കിറ്റ്സുഗി. പൊട്ടിയ മൺപാത്രങ്ങൾ, സ്വർണം, വെള്ളിയെല്ലാം ഉപയോഗിച്ച് അവ പുനർനിർമ്മിക്കുന്ന ജാപ്പനീസ് കല. കീറലും പൊട്ടലുകളും ഒന്നും മറക്കാതെ ആ ഭാഗങ്ങൾ സ്വർണ്ണ ശേഖരങ്ങളായി ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കിറ്റ്സുഗിയുടെ പ്രത്യേകത. ഈ ആശയം ഒരു മനോഹരമായ സന്ദേശം നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ പൊട്ടലും മുറിവുകളും ഒരിക്കലും നമ്മളെ വീക്ക് ആക്കുന്നില്ല, പകരം അതെല്ലാം നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു. നമ്മുടെ പൂർവ്വകാല പാടുകളും വേദനകളും കുറവുകളും ഒന്നും മറക്കേണ്ടതില്ല. അവ നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. നമ്മെ ഇന്നത്തെ നാം ആക്കി മാറ്റിയ ശക്തിയുള്ള അടയാളങ്ങളാണ്. ഇക്കിഗായ്, ഷിൻറിൻ യോക്കു, കൈസൻ, വാബി സാബി, കിറ്റ്സുഗി ഇവയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും സമാധാനപരമായും ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന ജാപ്പനീസ് ടെക്നിക്സ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Boss Wala. Be the boss.